ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മണ്ടൻ തീരുമാനം. T20 ലോകകപ്പിന്റെ സൂപ്പർ 8 ചിത്രം തെളിഞ്ഞപ്പോൾ ICCയുടെ പ്രീ സീഡിംഗ് സിസ്റ്റത്തെ പറ്റി ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഉയർന്ന അഭിപ്രായങ്ങളിലൊന്ന് അതായിരുന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ 4 ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ, റണ്ണറപ്പുകൾ മറ്റൊരു ഗ്രൂപ്പിൽ. 2024 എഡിഷനിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരമൊരു ഫോർമാറ്റ് ഇക്കുറി ICC നടപ്പിലാക്കിയത് എന്തിന്? ഈ ഫോർമാറ്റ് ICCക്ക് നേട്ടമോ അതോ കോട്ടമോ? പരിശോധിക്കാം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കില്ലെന്ന് പാകിസ്ഥാൻ നേരത്തെ അറിയിച്ചതിനെ തുടർന്ന് ശ്രീലങ്ക കൂടി ആതിഥേയത്വം വഹിക്കുന്ന ഹൈബ്രിഡ് രീതിയിലാണ് ICC ഈ വർഷത്തെ T20 ലോകകപ്പ് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളിലുമായി സൂപ്പർ 8 മത്സരങ്ങൾ വരുന്ന രൂപത്തിൽ ഫിക്സ്ചർ ക്രമീകരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ടൂർണമെന്റ് തുടങ്ങും മുമ്പേ ICC നടപ്പിലാക്കിയിരുന്നു. അതാണ് സീഡിംഗ് സിസ്റ്റം. അന്നത്തെ ടീം റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യ, ഓസ്ട്രേലിയ, വിൻഡീസ്, ദക്ഷിണാഫ്രിക്ക എന്നിവർ ഗ്രൂപ്പ് എയിലും ശ്രീലങ്ക, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിലും വരുന്ന രീതിയിലാണ് സൂപ്പർ 8 ഗ്രൂപ്പുകൾ ക്രമീകരിച്ചത്. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഈ ടീമുകൾ ആദ്യ 2 സ്ഥാനങ്ങളിൽ എവിടെ ഫിനിഷ് ചെയ്താലും സൂപ്പർ 8 ഗ്രൂപ്പ് ഘടന ഇങ്ങനെ തന്നെ തുടരുമെന്ന് സാരം. ഇനി മേൽപ്പറഞ്ഞ ടീമുകളിൽ ഏതെങ്കിലും ഒന്ന് സൂപ്പർ 8 യോഗ്യത നേടിയില്ലെങ്കിൽ അവർക്ക് പകരം യോഗ്യത നേടുന്നവരാരോ അവർ സൂപ്പർ 8 ആ സ്പോട്ടിലേക്ക് കയറും. അങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് പകരം ഗ്രൂപ്പ് ബിയിൽ നിന്നും യോഗ്യത നേടിയ സിംബാബ്വെ സൂപ്പർ 8 ഇന്ത്യയുടെ ഗ്രൂപ്പിലെത്തുന്നത്. 2 രാജ്യങ്ങളിൽ നടക്കുന്ന ടൂർണമെന്റ് ആയതിനാൽ ലോജിസ്റ്റിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന അധിക ചെലവ് നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ICC സീഡിംഗ് സിസ്റ്റം അവതരിപ്പിച്ചത്. ഈ പുതിയ ഘടന പ്രകാരം ആതിഥേയരായ ഇന്ത്യക്കും ശ്രീലങ്കക്കും അവരവരുടെ എല്ലാ സൂപ്പർ 8 മത്സരങ്ങളും സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാനാവും. ഇത് ആ മത്സരങ്ങളിൽ ഗാലറിയിൽ പരമാവധി ആളെ കയറ്റാനും അതുവഴി ICCക്ക് പരമാവധി വരുമാനം കണ്ടെത്താനുമാവും. സീഡിംഗ് സിസ്റ്റത്തിന്റെ മറ്റു ഗുണഭോക്താക്കൾ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടുമാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ തങ്ങളുടെ മത്സരങ്ങളിൽ ഒന്നും കളിക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ തന്നെ അവരുടെ എല്ലാ മത്സരങ്ങളും ശ്രീലങ്കയിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവരുമായി ഏറ്റുമുട്ടേണ്ടിയിരുന്ന ടീമുകളൊക്കെയും അതിനുവേണ്ടി ലങ്കയിലേക്കും പിന്നീട് ഇന്ത്യയുമായി കളിക്കാൻ വേണ്ടി തിരികെ ഇന്ത്യയിലേക്കും യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. സീഡിംഗ് പ്രകാരം ശ്രീലങ്കയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ വരുമെന്ന് ഉറപ്പായതോടെ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് എന്നിവർക്ക് സൂപ്പർ 8 മത്സരങ്ങൾക്കായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യേണ്ടി വരില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4ൽ 4 ജയിച്ച ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വിൻഡീസ് ടീമുകളും ശ്രീലങ്ക, ഓസീസ് എന്നിവരെ കീഴടക്കി അപരാജിതരായി സൂപ്പർ 8 മുന്നേറിയ സിംബാബ്വേയും ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ആ ടീമുകളോട് ചെയ്യുന്ന നീതികേടാണെന്നാണ് ഭൂരിപക്ഷ ക്രിക്കറ്റ് ആരാധകരുടെയും വാദം. ഈ സിസ്റ്റം കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തി ഒന്നാമതെത്തിയ 4 ടീമുകളിൽ 2 പേർ എന്തായാലും സെമി കാണാതെ പുറത്താവുമെന്നതാണ് അവർ അതിന് കാരണമായി പറയുന്നത്. എന്നാൽ ഈ ടീമുകളെല്ലാം ഗ്രൂപ്പിൽ ഒന്നാമതെത്തുമോ എന്ന് പോലും അറിയാത്ത സമയത്താണ് ICC സീഡിംഗ് സിസ്റ്റം നടപ്പിലാക്കിയതെന്ന് ഓർക്കേണ്ട കാര്യമാണ്. 20 ടീമുകളെ ഉൾപ്പെടുത്തി 2 രാജ്യങ്ങളിലായി 55 മത്സരങ്ങൾ വരുന്ന വലിയൊരു ലോകകപ്പ്. ചിലവ് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചുള്ള വരുമാനം കണ്ടെത്തുക എന്നത് ICCക്കും നിർബന്ധമാണ്. റാങ്കിങ്ങിലെ വമ്പന്മാരായ ഇന്ത്യ, ഓസ്ട്രേലിയ, വിൻഡീസ്, ദക്ഷിണാഫ്രിക്ക ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിലൂടെ ബ്രോഡ്കാസ്റ്റ് വ്യൂവർഷിപ്പിലും ടിക്കറ്റ് റവന്യൂ ഇനത്തിലും വലിയൊരു നേട്ടം കൈവരിക്കാൻ ICCക്കാവും. ഇതിനു പുറമെ ആതിഥേയർക്ക് ഹോം അഡ്വാൻറ്റേജ് പരമാവധി മത്സരങ്ങളിൽ നൽകാനും അവർക്ക് സാധിക്കും. ഇത്തരത്തിൽ ആതിഥേയർക്ക് ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് നൽകുന്ന സിസ്റ്റം മുമ്പും ICC നടത്തിയിട്ടുണ്ട്. 2015 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായിരുന്നു ആ വർഷത്തെ ഏകദിന ലോകകപ്പിന് ആതിഥേയരായത്. അന്ന് ഓസ്ട്രേലിയ സെമിഫൈനലിൽ കടന്നാൽ മത്സരം സിഡ്നിയിലും ന്യൂസിലാൻഡ് സെമിക്ക് യോഗ്യത നേടിയാൽ ആ മത്സരം ഓക്ലാൻഡിലും നടക്കുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇരു ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിലും മറ്റും എവിടെ ഫിനിഷ് ചെയ്യുമെന്നതുപോലും അന്നതിന് മാനദണ്ഡമാക്കിയിരുന്നില്ല. ഫെബ്രുവരി 21 കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് മത്സരത്തോടെയാണ് സൂപ്പർ 8 പോരാട്ടങ്ങൾ തുടങ്ങുന്നത്. ഫെബ്രുവരി 22 അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 26 ചെപ്പോക്കിൽ സിംബാബ്വേയെയും മാർച്ച് 1 ഈഡൻ ഗാർഡൻസിൽ വിൻഡീസിനെയും ഇന്ത്യ നേരിടും. സൂപ്പർ 8 ഹെവി വെയ്റ്റ് പോരാട്ടങ്ങൾ ജയിച്ച് ഇന്ത്യ അവസാന 4ലേക്ക് മുന്നേറുമോ? വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് നമ്മൾ സാക്ഷികളാവുമോ? T20 ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യ ടീം എന്ന നേട്ടത്തിലേക്ക് സൂര്യകുമാരൻ സംഘത്തിനും കയറി ചെല്ലാനാവുമോ? ആവേശ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം.